ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് JBLന്റെ C50HI എന്ന മോഡൽ ഇയർഫോൺസ് ആണ്. ഇതൊരു ഇൻ ഇയർ ടൈപ്പ് ഇയർഫോൺസ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് വേഗം അൺബോക്സ് ചെയ്താലോ. ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് ഈ ഇയർഫോൺസ് നമുക്ക് കിട്ടുന്നത്. JBLന്റെ ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കും. മോഡൽ നമ്പർ എഴുതിയിരിക്കുന്നു. പിന്നെ ഈ സൈഡിൽ കുറച്ച് കമ്പനി ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി പറയുന്നത് ക്യാഷ് എന്ന് പറഞ്ഞാൽ 999 ആണ് JBLന്റെ ഒഫീഷ്യൽ പ്രൈസ് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തത് വെറും 500 രൂപയ്ക്കാണ്. നമുക്കത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ പുറം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ മൾട്ടി ഫങ്ഷൻ ബട്ടൻ്റെ യൂസസും കാണാൻ സാധിക്കും. 1 ടാപ്പ് ഫോർ പ്ലേ ആൻഡ് പോസ്, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ്സ് ഫോർവേഡ് ആക്കാം. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് ആക്കാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രൈവർ 8.6 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഡ്രൈവർ. അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്കൊന്ന് വേഗം അൺബോക്സ് ചെയ്താലോ. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനൊരു ഫ്രെയിമിലാണ് ഇയർഫോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് JBLന്റെ ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഇയർഫോണിൻ്റെ തൊട്ട് പിറകിലായി കാണുന്നുണ്ടോ? ഇതാ, ഇതുപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇയർ പീസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് JBLന്റെ. പിന്നെ ഇത് റൈറ്റ് R എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഡ്യൂളാണ് നമുക്ക് ഇയർഫോൺ ലഭിക്കുന്നത്. ഇതിൻ്റെ ഇയർ പീസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എക്സ്ട്രാ 2 പെയർ കൊടുത്ത് തന്നിട്ടുണ്ട് പാക്കിൽ. എനിക്ക് നല്ല ബലം തോന്നുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഇയർഫോണിൽ JBL ചെയ്തിട്ടുള്ളത്. നല്ല ഇയർ കഫ്സ്. ഇതാണ് ഇതിൻ്റെ മൾട്ടി പേർപ്പസ്
ബട്ടൺ. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ മൈക്രോഫോൺ ഇതാണ്. ഈ ഒരു ചെറിയ ഹോൾ കൊണ്ട് അതാണ് മൈക്രോഫോൺ. പിന്നെ സിംഗിൾ ടാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസ് ഓർ പ്ലേ, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ സിംഗിൾ പ്രസ് ചെയ്താൽ മതി. നമുക്ക് സോങ്സ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യാം, ബാക്ക്വേർഡ് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാം. ഇത്രയുമാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. എനിക്ക് തോന്നുന്നു ഇയർഫോൺ മൊത്തത്തിലൊരു 1 മീറ്റർ ലെങ്ത് തന്നെ ലഭിക്കുന്നുണ്ട്. അത് കാരണം അത്യാവശ്യം നല്ല ലെങ്ത് തന്നെയാണ് ഈ ഇയർഫോൺ ലഭിക്കുന്നത്. ഇതിൻ്റെ ജാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന സംഭവമാണ്. JBL ലോഗോയിൽ കാണാവുന്ന പ്രിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി. 3.5mm ഹെഡ്സെറ്റ് ജാക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്, സാധാരണ പോലെ തന്നെ. ഇതിൽ നമുക്ക് പിന്നെ ബോക്സിൽ ഇരിക്കുന്നത് ഒരു ഫ്രെയിം, ഇയർഫോൺ വെച്ചിരുന്ന ഫ്രെയിം, പിന്നെ എക്സ്ട്രാ 2 പെയർ ഇയർ പീസസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 2 യൂസർ മാനുവൽ നമുക്ക് ലഭിക്കുന്നു JBL തന്നെ. ഇത് രണ്ടും യൂസർ മാനുവൽസ്. ഇത് നമുക്ക് വാറണ്ടി കാർഡാണ്. 1 ഇയർ വാറണ്ടിയാണ് JBL നമുക്ക് നൽകുന്നത് ഈ പ്രൊഡക്റ്റിന്. ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ബോക്സിൽ നമുക്ക് കാണാൻ. സോറി, അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് ലോ വോയിസിലും ഹൈ വോയിസിലും നല്ല ക്വാളിറ്റി സൗണ്ട് നമുക്ക് തരും. ഒന്നാണ് സൗണ്ട് ക്വാളിറ്റി പറയുമ്പോൾ അത് തന്നെയാണ്. കോൾ ക്വാളിറ്റി ആണെങ്കിൽ നമുക്കിതിന് നല്ല കോൾ ക്വാളിറ്റി തന്നെ എനിക്ക് പറയാൻ ഉറപ്പ് തരാം. ഇത് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ സോഫ്റ്റ് ഇയർ കപ്സ്, അത് തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്. കുറേ നേരം വെച്ചാൽ നമുക്കത് ചെവിയിൽ അത്ര വേദന തോന്നിക്കില്ല. അത് കാരണം നല്ല കംഫർട്ടാണ് ഇതിന് തരാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഡ്രൈവർ സൈസ് എന്ന് വെച്ചാൽ 8.6 mm ആണ് ഇതിന് ഡ്രൈവർ. അതാണ് ക്രിസ്റ്റൽ നല്ല സൗണ്ട് തന്നെയാണ് ഇതിന് ലഭിക്കുന്നത്. ഇതൊരു വയേർഡ് ഹെഡ്സെറ്റ് ആണ്. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ഓഫർ പ്രൈസായിട്ട് നമുക്ക് ലഭിക്കുന്നത് 499 ലഭിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല പ്രൊഡക്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.